എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 210 ആണ്. അതായത് ഈ ബുക്കിനെ സംബന്ധിച്ചവരെ 60ാമത്തെ വീഡിയോ. അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ഇന്ന് ഈ ബുക്കിൻ്റെ ലാസ്റ്റ് റിവ്യൂ ആണ്. അതായത് 20ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഹാഫാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി ഈ ബുക്ക് റിവ്യൂ തീരും. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ ഒടുക്കം വരെ യങ്ങായിട്ട് ഇരിക്കണം, വളരെ ആക്റ്റീവായിട്ടിരിക്കണം, ഓൾഡ് ഏജ് വയസ്സാകുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട, മരണഭയം പാടില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാം. അപ്പം അദ്ദേഹം പറയുന്നത് വെൽക്കം ദ ചേഞ്ച്. വെൽക്കം ദ ചേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രായമാകാതെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ദേഹത്ത് വരുന്നുണ്ട്. ദേഹത്ത് ഇപ്പം കഴുത്തിലൊക്കെ ചുളുക്കം വരും, ഈ കയ്യിലുള്ള ഞരമ്പുകളും ഒക്കെ വെളിയിൽ കാണാൻ പറ്റും, തോലിൽ ചുരുക്കം വരും. അതൊക്കെ സ്വാഭാവികമാണ്. കൊച്ചിലെ എൻ്റെ കണ്ണ് ഇത്രയും വലിയ കണ്ണായിരുന്നു. ഞങ്ങളുടെ അണ്ണ എന്നെ എപ്പോഴും മൊട്ടക്കണ്ണി എന്ന് പറയും. മുട്ടയുടെ അത്രയും വലിയ കണ്ണായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം കൂടെ കണ്ണൊക്കെ എഴുതിക്കൊണ്ട് പോകും. പിന്നെ ഈ ഐലൈനർ വന്നേ പിന്നീട് ഈ ലാക്മേ ഐലൈനറാണ് കുറേ വർഷം ഞാൻ ഉപയോഗിച്ചത്. മേളി ഐലൈനർ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ കണ്ണ് എഴുതുന്നത് നിർത്തി, ഐലൈനർ ഇടുന്നത് നിർത്തി. എന്നുവെച്ചാൽ കണ്ണ് ചുരുങ്ങി, കൊച്ചായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും കൺമഷിയൊന്നും വേണ്ട, കള എന്ന് പറഞ്ഞ് അതൊക്കെ നിർത്തി. അപ്പം ഞാൻ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കൂടെ പ്രായമാകുന്നതിൻ്റെ ഒരു എന്തുവാ സൈനാണ്. അതായത് പ്രായമായിക്കൊണ്ട് വരുന്നു, ദേഹത്തിന് മുതിർച്ചയുണ്ടാകുന്നു, തളർച്ചയുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഓരോ മാറ്റങ്ങളാണ്. അപ്പം ഈ തല നരയ്ക്കുന്നത് മാത്രമല്ല, ഓരോ അവയവങ്ങളിലും നമുക്ക് തളർച്ച അനുഭവപ്പെടും. ചില കാര്യങ്ങളൊക്കെ വെളിയിൽ ഓപ്പണായിട്ട് അറിയും, ചിലതൊക്കെ അത്ര എളുപ്പത്തിൽ അറിയത്തില്ല. പക്ഷേ പതുക്കെ നമ്മുടെ ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങും. ഓടണമെന്ന് നമ്മൾ വിചാരിക്കും, സ്റ്റെയർ കേസിൽ വേഗമായിട്ട് പടിയിൽ പോകണമെന്ന് തോന്നും, കയറിപ്പോണമെന്ന് തോന്നും. പക്ഷേ നമ്മുടെ കാല് നമ്മൾ മനസ്സ് വിചാരിക്കുന്ന സ്പീഡിന് വരത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ദേഹത്തിന് മാത്രമാണ്, മനസ്സിന് അല്ല. അപ്പം മനസ്സ് എത്ര യൗവനത്തോട് ഇരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ദേഹവും മനസ്സും നമ്മുടെ ജീവിതവും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സ് എത്ര യൗവനമായിട്ട് വിചാരിക്കുന്നു എന്നുള്ളതിനെ വെച്ചാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് പ്രായമായി, ഞാൻ കിഴവിയായി അല്ലെങ്കിൽ കിഴവനായി, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ ഫാസ്റ്റായിട്ട് ഈ ഏജിങ് പ്രോസസ്സ് നടക്കും. അല്ല, ഞാൻ റിട്ടയറായ എന്താ, അതൊരു സ്റ്റേജ്, അത്രയേ ഉള്ളൂ. അതിനൊന്ന് വിചാരിച്ച് എന്നെ മൂലയിൽ കൊണ്ടിരുത്താനൊക്കത്തില്ല ആരെ കൊണ്ടും. ഞാൻ പല കാര്യങ്ങളും ചെയ്യും, ഇനിയും പുതിയതായിട്ട് പഠിക്കും. ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് പുതിയ പഠനങ്ങൾ അവർ തുടങ്ങും. ഈ ന്യൂറോ സയൻസ് പറയുന്നത് തന്നെ പ്രായമാകുമ്പം നമുക്ക് ഈ മറവി വരുമല്ലോ, അംനീഷ്യ വരും, പാർക്കിൻസൺസ് ഡിസീസ്, കൈ വിറയ്ക്കുന്ന ഇതൊക്കെ വരും. അപ്പോൾ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പം ആ ന്യൂറോണൽ കണക്ഷൻ, തലച്ചോറിലുള്ള നെർവ്സിൻ്റെ കണക്ഷനൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആകും. അപ്പം പല സ്ഥലത്തും കണക്ഷൻ വിട്ടുപോയാലും വേറെ പല സ്ഥലത്തും പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് നമ്മൾ പുതിയത് പഠിക്കുന്നത്. ഇപ്പോൾ കൊച്ചുനാളിൽ നമുക്ക് ചെസ്സ് പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള കാശില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം ചെസ്സ് പ്രായമാകുമ്പം പഠിക്കാം,
ഒരിടത്ത് ഇരുന്ന് കളിക്കുന്നതാണ്. അതിന് അവിടെ ബ്രെയിനാണ് ജോലി, ദേഹത്തിനല്ല ജോലി. അപ്പോൾ ചെസ്സ് പഠിക്കാം, ക്യാരം ബോർഡ് കളിക്കാം, അങ്ങനെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാം. അതുമാത്രമല്ല, പുതിയത് പഠിക്കണമെന്ന് പറയുമ്പോഴേ ഈ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് കാണാതെ, റിട്ടയറായി, ഇനിയെങ്കിലും ഈ ഓട്ടം എന്നൊക്കെ നിർത്തിയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്ത് എപ്പം കിടക്കണോ അപ്പം കിടക്കാം, എപ്പം ഉറങ്ങണോ അപ്പം ഉറങ്ങാം, എത്ര ബുക്ക് വേണമെങ്കിലും വായിക്കാം, എപ്പോൾ റെസ്റ്റ് എടുക്കണോ അപ്പോൾ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ കൊച്ചിലെ വയലിൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പഠിക്കാനേ പറ്റിയില്ല. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും കാശില്ലായിരുന്നു. പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. സാഹചര്യങ്ങൾ ശരിയില്ലായിരുന്നു. പിന്നെ ഞാനായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് വയലിൻ പഠിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി ചിലവുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പം ഭാര്യയുടെ ആവശ്യം, അമ്മയുടെ അച്ഛൻ്റെ ആവശ്യം, മക്കളുടെ ആവശ്യം എന്നൊക്കെ വരുമ്പം എൻ്റെ ആവശ്യം പിന്നോക്കി തള്ളി വെച്ചു. അതുകൊണ്ടാണ് ഇപ്പം റിട്ടയറായി, ഇപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കണം. അപ്പം ഞാനൊരു വയലിൻ ക്ലാസ്സിൽ പോയി ചേരും. വയലിൻ പഠിക്കാം, വീണ പഠിക്കാം, ഡ്രോയിങ് പഠിക്കാം, പാട്ട് പഠിക്കാം, എന്തെങ്കിലും പെയിൻറ്റിങ് പഠിക്കാം, എന്തെങ്കിലുമൊക്കെ പഠിക്കാം. പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ ഈ മറവി എന്നുള്ളത് ഇല്ലാതിരിക്കത്തുള്ളൂ. എൻ്റെ ബന്ധുവിൽ എൻ്റെ ചിറ്റപ്പൻ എൻ്റെ ചിറ്റപ്പനാണ്. അച്ഛൻ്റെ അനിയനല്ല, വേറെ രീതിയിൽ ചിറ്റപ്പൻ. അദ്ദേഹം നല്ല ആക്റ്റീവായിരുന്നു. ആദ്യം പട്ടാളത്തിലായിരുന്നു, പിന്നെ റിട്ടയറായി, VRS കണ്ടെടുത്തു, പിന്നെ ടീച്ചറായി, പിന്നെ വേറെ എല്ലാ കാര്യത്തിലും ഇടപെടും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വന്ന് മറവി എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടാണ് പ്രവൃത്തി. അപ്പം ബെഡിൽ തന്നെ മൂത്രം ഒഴിക്കുക, ജനാല് തുറന്നിട്ടിട്ട് അതുവഴി മൂത്രം ഒഴിക്കുക, കട്ടിലിൽ കയറി നിന്ന് ജനാല് വഴി കൂടെ മൂത്രം ഒഴിക്കുക. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ, തൊട്ട് ഒരു മതിലല്ലേ ഉള്ളൂ, അടുത്ത വീട്ടിലെ ആൾക്കാർ ആക്ഷേപിക്കുന്നു. റൂമിൽ തന്നെ അപ്പിയിടുക. കൊച്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അപ്പിയൊക്കെ ഇട്ടാലേ അതൊക്കെ വെച്ച് തേച്ച് പൂശി, മേളിലൊക്കെ പൂശി എല്ലാം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെയാണ് ഇപ്പം ഞങ്ങളുടെ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ 10-80 വയസ്സുണ്ട്. എന്നാലും ആ മറവി ആരെയും മനസ്സിലാവുന്നില്ല. അപ്പം എത്ര ആക്റ്റീവായിട്ടിരുന്ന ഒരു മനുഷ്യനാണോ, കാണുമ്പോഴേ കേൾക്കുമ്പോഴേ വലിയ മനപ്രയാസം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വരരുത്, ആർക്കും വരരുത്. നമ്മളുടെ പരമ ശത്രുവിന് കൂടെ അങ്ങനെയൊക്കെ ഒരു സംഭവം വരരുത്. ഈ മറവി, പാർക്കിൻസൺ ഡിസീസ്, നമുക്ക് തന്നെ നമ്മുടെ തുണി കൊടുക്കാൻ വയ്യ, ആരെങ്കിലും ആശ്രയിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴുമേ ആക്റ്റീവായിട്ടിരിക്കണം. പക്ഷേ ഈ പുള്ളിക്ക്, എൻ്റെ ചിറ്റപ്പൻ്റെ കാര്യം പറഞ്ഞത്, പുള്ളി ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വയ്യ. പക്ഷേ കുറേശ്ശെ ആ ബ്രെയിൻ സെൽസിൻ്റെ കണക്ടിവിറ്റി പോയതാ. ഇപ്പം ഒന്നും ഓർമ്മയില്ല, ഒരു വക ഓർമ്മയില്ല. ചോറ് വാരി കൊടുക്കണം, കുളിപ്പിക്കണം, ഒന്നും സ്വയം ചെയ്യാൻ അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാ പ്രായവും, മരണം സംഭവിക്കുന്നവരെ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. അപ്പം വെൽക്കം ദ ചേഞ്ച്. അതുമാത്രമല്ല, ഓൾഡ് ഏജ് വരുമ്പോഴേ ഏജ് ഗ്രേസ്ഫുള്ളി എന്ന് വെച്ചാൽ വളരെ ലാവകത്തോടെ ഓൾഡ് ഏജിനെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. എനിക്ക് തല നരയ്ക്കാൻ തുടങ്ങി, ഇനി ഡൈ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാത്തിനെയും ഒരു പ്രോബ്ലമായിട്ട് നോക്കരുത്. പ്രായമായ ഇപ്പോഴൊക്കെ 20 വയസ്സിലും 15 വയസ്സിലും പിള്ളേർക്ക് അവിടെയും ഇവിടെ അങ്ങും ഇങ്ങും നര തുടങ്ങി. അപ്പം അതൊന്നും ഒരു പ്രശ്നമാക്കാതെ എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് നോട്ടിൽ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ യുവർ ഗ്രേ ഹെയർസ് ആർ ആൻ അസറ്റ്. അപ്പോൾ നമുക്ക് ഈ നര പോലും നമുക്കൊരു മൂല്യമാണ്.
നരമുടി കാണുമ്പം ചില സമയത്തൊക്കെ അമ്പലത്തിലൊക്കെ ലൈനിൽ നിൽക്കുമ്പോൾ അമ്മ പൊയ്ക്കോ എന്ന് നമ്മളെ തന്നെ കയറ്റി വിടും, ഇടയിൽ കൂടെ കയറ്റി വിടും. അങ്ങനെ പല ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഗ്രേ ഹെയറിന് എപ്പോഴും കറുപ്പിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ ചിലരുണ്ട്, ഇപ്പോഴും മെനക്കെട്ടിരുന്ന് ഒരാഴ്ചയ്ക്കൊരിക്കൽ ഡൈ അടിച്ചുകൊണ്ടിരിക്കും. വയസ്സ് 70 അപ്പം ഞാൻ പറയും, എന്തിന് ജോലിക്ക് പോയോ, ജോലി സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടെ ഡീസൻ്റായിട്ടിരിക്കണം, അതിനേറ്റ പോലെ ഞാനും ഡൈ ഒക്കെ അടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ റിട്ടയറായി ഇറങ്ങിയപ്പം തൊട്ട് ഒരു ഡൈയും ഇല്ല, ഒന്നുമില്ല. എപ്പോഴാണ് ഇതൊക്കെ നിർത്തുമെന്നാണ് ഞാൻ കാത്തിരുന്നത്. എന്തിനാണ് വെറുതെ ഡൈ ചെയ്യുന്നത്? 70 വയസ്സായി. ചിലർ എൻ്റെ അടുത്ത് ചോദിക്കും, എപ്പോൾ റിട്ടയറായി, അതായത് നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ വയ്യ. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയറായപ്പോൾ 60 വയസ്സാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഏത് വർഷമാണ് റിട്ടയറായേ എന്ന് ചോദിക്കുക. ഞാൻ അവർക്ക് ഈ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ കൊടുക്കത്തില്ല. എനിക്ക് ഇത്ര വയസ്സായി, അത്രയേ ഉള്ളൂ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആൻസർ. അപ്പം 60 വയസ്സായി, 65 വയസ്സായി, 70 വയസ്സായി, 75 വയസ്സായി, ഇതൊക്കെ നമുക്ക് ആളുകളെ കാണുമ്പോൾ അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ വെറുതെ ഡൈ മാത്രം കളറടിച്ചുകൊണ്ട് മുടി മാത്രം കറുപ്പിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എന്തുവാ? നമുക്ക് ധൈര്യമായിട്ട് പറയണം, യെസ് ഐ ആം 70 years old, എനിക്ക് 70 വയസ്സായി, എനിക്ക് 75ആയി. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സിനെല്ലാം ഞാൻ കളിയാക്കും. ഈ 65-ന് മുകളിലൊന്നും നമ്മൾ മുടി കറുപ്പിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് പറയാനുള്ള ധൈര്യം വേണം. ഈ വെളുത്ത മുടിയോടുകൂടി 4 പേരുടെ മുമ്പിൽ പോകാൻ നമുക്കെന്ത് നാണക്കേട്? പ്രായമായി നരച്ചു, അത്രയേ ഉള്ളൂ. അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ഉള്ളിൽ അത് സ്വാഭാവികമാണെന്ന് ഉൾക്കൊണ്ടാൽ അങ്ങനെ പോകുന്നതിൽ ധൈര്യമാണ്, നാണക്കേടല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് നമുക്കൊരു മൂല്യമാണ്. ഓൾഡ് ഏജ് ഇസ് എൻ അസറ്റ്. അപ്പം അതാത് വയസ്സിൽ അതാത് രീതിയിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. 80 വയസ്സിലും ഞാൻ ഡൈ അടിച്ചുകൊണ്ടേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു അബദ്ധമായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ഇതാണ്. അതായത് അവർക്ക് അവരുടെ യാഥാർത്ഥ്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ശക്തിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം പിന്നെ 65 ഈ ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത് ഈ 60 വയസ്സിൽ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നതേ തെറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചവരെ 60 വയസ്സിലൊക്കെ റിട്ടയർമെൻ്റ് എന്ന് 58, 56, 58 ഓരോ ഗവൺമെൻറ്റിലും ഓരോ ഏജാണ് വെച്ചിരിക്കുന്നത്. 56, 58, 60 എന്നൊക്കെ. പക്ഷേ 60 വയസ്സിന് മുകളിലൊക്കെ റിട്ടയർമെൻറ്റ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ 2 റീസണുണ്ട്. ഇപ്പോൾ എന്നും പോലെ നമ്മൾ ഒരുപോലെ 4 മണിക്ക് 5 മണിക്ക് എണ്ണിച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് ഓടിപ്പോയി സമയത്തിന് ഒപ്പിട്ട് ജോലി ചെയ്യാനുള്ള ശക്തി മനസ്സിന് കാണും, പക്ഷേ ദേഹത്തിന് കാണത്തില്ല തന്നെ. ഓക്കെ, അതൊന്ന്. രണ്ടാമത്, നമ്മൾ റിട്ടയറായി വഴിമാറിക്കൊടുത്താലല്ലേ അടുത്ത തലമുറ കയറി വരാനൊക്കത്തുള്ളൂ. അപ്പം റിട്ടയർമെൻ്റ് എന്ന് വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ CBSE സ്കൂളിലൊക്കെ 60 റിട്ടയറായവരെ പ്രിൻസിപ്പളായിട്ട് വയ്ക്കത്തില്ല. പക്ഷേ പല പ്രൈവറ്റ് സ്കൂളുകളിലും ഈ 60 വയസ്സിൽ റിട്ടയറായ പ്രിൻസിപ്പൾസിനെ, നല്ല കപ്പാസിറ്റി ഉള്ളവരെ 65 വയസ്സ് വരെ സീനിയർ പ്രിൻസിപ്പൾ എന്നുള്ള ഒരു പോസ്റ്റ് കൊടുത്ത് വെച്ചേക്കും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സാധാരണ ഒരു പ്രിൻസിപ്പളിൻ്റെ കൂട്ട് ഓടി നടന്ന് സ്കൂളിൽ ഗ്രൗണ്ടിലെത്തണം, അവിടെ എത്തണം, ഇവിടെ എത്തണം, എവിടെ പ്രോബ്ലം ഉണ്ടോ അവിടെയൊക്കെ എത്തണമെന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റത്തില്ല. പക്ഷേ അവരുടെ അറിവിനെ, അവരുടെ വിസ്ഡം, അവരുടെ ജ്ഞാനത്തിനെ നമ്മൾ പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടി അവർക്കും ഒരു അഡ്ഹോക്കായിട്ട് ഒരു ശമ്പളം കൊടുത്ത് അവരെ സ്കൂളിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പം ചിലരൊക്കെ ഡോക്ടർ ജോസഫ് മർഫി പറയുന്ന പോലെ ഈ 40 വയസ്സായ പിന്നീട് പുതിയ ജോലിക്കൊന്നും ആളുകളെ എടുക്കത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരാളിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എടുക്കുക, ജോലി കൊടുക്കുക.
അവരുടെ ബുദ്ധിയും അറിവിനെയും നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ വേണം നമ്മൾ ഇരിക്കാൻ. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ദ ന്യൂ ഐഡിയാസ്. അതുമാത്രമല്ല, നമുക്കും പ്രായമായിക്കൊണ്ട് വരുമ്പോഴും പുതിയ പുതിയ ഐഡിയാസ് എല്ലാം വരുന്നു. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ആ നോക്കിയയുടെ സാധാരണ ഫോണാണ് ഉപയോഗിക്കാൻ അറിയാവുന്നത്. വയസ്സായവർക്കൊക്കെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ അവർക്ക് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ട്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ കൂടെ പങ്കിടുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എസ്കലേറ്ററിൽ കയറാൻ പറ്റുന്നില്ല. അപ്പം പുതിയത് വരുമ്പം അതിനെല്ലാം കൂടെ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പം എനിക്കും ഒരുപാട് അറിഞ്ഞൂടാ, പക്ഷേ ആവശ്യത്തിനുള്ളതെല്ലാം അറിയാൻ. എന്താ വെച്ചാൽ ടീച്ചറായിരിക്കുമ്പോഴേ 10-20 വർഷം കൊണ്ടേ നമ്മൾ കമ്പ്യൂട്ടർ KVയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം തൊട്ടേ നമുക്ക് അത് അതിൻ്റെ നോളേജ് ആവശ്യമായിരുന്നു. നമ്മളെ വർക്ക്ഷോപ്പിനൊക്കെ അയച്ചു ഒരുപാട് കാര്യങ്ങൾ 10-20 വർഷത്തിന് മുകളിലായി. 20 വർഷമല്ല, അതിന് മുകളിലേ ആയി. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വരെ ഞാൻ ഇപ്പോൾ എൻ്റെ ബുക്കൊക്കെ എഴുതിയത് ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്, മെയിൽ അയക്കുന്നതും അത് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മക്കളൊക്കെ പറയും, അമ്മയുടെ അത്രയും കൂടെ മോനെ നിൻ്റെ അത്രയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മോനെ, ഞാൻ ടെക് സേവി അല്ല എന്ന് പറയുമ്പം അമ്മ ചുമ്മാതിരിക്കേ, അമ്മയുടെ അത്രയും കൂടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ അമ്മയുടെ പ്രായത്തിലുള്ള ഒരുപാട് പേർക്ക് എന്നൊക്കെ പറയും. അപ്പം ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, എന്തൊക്കെ പുതിയത് വരുന്നോ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പം ഞാനത് ഉപയോഗിക്കാൻ പോകുന്നോ ഇല്ലയോ എന്നല്ല, ഏതെങ്കിലും ഒന്ന് പുതിയത് വന്നാൽ അതിലൊരു ഇൻട്രസ്റ്റ്, അതെന്തുവാ കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പം നമുക്ക് ഈ പ്രായമായി, ഓൾഡേജായി, വയസ്സായി, ഇനി മരിക്കാനാണ് കിടക്കുന്നത്, ആർക്കും എന്നെ വേണ്ട, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്ത നമുക്ക് വരത്തില്ല. ഓക്കെ. സോ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് മൂലയിൽ കയറി ഇരിക്കേണ്ട കാര്യമില്ല. റിട്ടയർമെൻറ്റിനെ കണ്ട് പേടിക്കുക വേണ്ട. എന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെ പലർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് പലരെയും സഹായിക്കാൻ പറ്റും. നല്ല ഇംഗ്ലീഷ് അറിയാം, നല്ല ഡ്രാഫ്റ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിലേ പലർക്കും ഇക്കാലത്ത് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കൊന്നും ഒരു ഇംഗ്ലീഷും ഒന്നും അറിഞ്ഞുകൂടാ, അവർക്കൊരു ആപ്ലിക്കേഷൻ എഴുതാൻ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എഴുതി സഹായിച്ചു കൊടുക്കാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് കണക്കില്ല, അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ 65 വയസ്സ്, 70 വയസ്സ്, 75 വയസ്സ് എന്നൊക്കെ പറയുന്നത് പണ്ടേ കാലത്ത് പോലെ ഓൾഡ് ഏജ് അല്ല. ഇപ്പം ഈ പ്രായത്തിനെ മിഡിൽ ഏജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്, 100 വർഷമല്ല, 120 വർഷം. അപ്പോൾ ഈ 60 എന്ന് പറയുന്നത് മിഡിൽ ഏജാണ്. 60, 65, 70, 75 മിഡിൽ ഏജാണ്. അപ്പം ദേഹത്തിന് തളർച്ചയുണ്ടെങ്കിലും മനസ്സിന് യാതൊരു തളർച്ചയും വരേണ്ട ആവശ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് അതാണ്. സോ യുവർ മൈൻഡ് ഡസ് നോട്ട് ഗ്രോ ഓൾഡ് അറ്റ് ഓൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് മൈൻഡ് ആക്റ്റീവ് അറ്റ് 99. ചിലർ 95 വയസ്സിൽ. മൈ ഫാദർ ലേൺഡ് ദ ഫ്രഞ്ച് ലാംഗ്വേജ് അറ്റ് 65 ഇയേഴ്സ്. ആര്? മൈ ഫാദർ എന്ന് വെച്ചാൽ ഡോക്ടർ ജോസഫ് മർഫിയുടെ അച്ഛൻ. അച്ഛൻ്റെ 65-ാമത്തെ വയസ്സിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചു പുതിയതായിട്ട്. ആൻഡ് ബിക്കേം എൻ അതോറിറ്റി ഓൺ ഇറ്റ് അറ്റ് 70. 70 വയസ്സിനകം അതിൽ നല്ല എക്സ്പേർട്ടായി. അങ്ങനെയൊക്കെ 60 വയസ്സിൽ പഠിക്കുന്നു, 70 വയസ്സിൽ പഠിക്കുന്നു. ഹി അസിസ്റ്റഡ് മൈ സിസ്റ്റർ ഇൻ എ സ്കൂൾ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് കണ്ടിന്യൂഡ് ടു ഡൂ സോ അൺടിൽ ഹി പാസ്ഡ് അവേ അറ്റ് 99. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ 99 വയസ്സിലാണ് മരിച്ചത്. അതുവരെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുടെ സഹോദരിയുടെ സ്കൂൾ റൺ ചെയ്യാൻ അവരുടെ അച്ഛൻ സഹായിച്ചുകൊണ്ടിരുന്നു. And his mind was as clear at 99 as it was when he was 20. അപ്പം 99 വയസ്സിൽ മരിക്കുമ്പോഴും 20 വയസ്സിൽ എത്ര മനസ്സ് ക്ലിയറായിട്ട് ഉണ്ടായിരുന്നോ അത്രയും ക്ലാരിറ്റിയോടുകൂടിയാണ് 99 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചത്. അതൊക്കെ
എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. അപ്പം നമ്മളുടെ ടാലൻസിനെ വളർത്താൻ പഠിക്കണം. അപ്പം ഹാൻഡ് റൈറ്റിംഗ് എഴുതി പഠിക്കാം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമ്മളുടെ സീനിയർ സിറ്റിസൻസ് ആരെയും നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. ഓക്കെ, സോക്രട്ടിസ്, ദ ഗ്രേറ്റ് ഫിലോസഫർ സോക്രട്ടിസ് ലേൺ ടു പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെൻ ഹി വാസ് 80 years old. സോക്രട്ടീസ് എന്ന് പറയുന്നത് ഗ്രീക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു മഹാമേധയായിരുന്നു, ഫിലോസഫറായിരുന്നു. അദ്ദേഹം 80 വയസ്സിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ പഠിച്ചു. മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്നത് വേറൊരു ഭയങ്കര പെയിൻറ്റിങ്ങിൽ ഭയങ്കര ഒരു എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 80ാമത്തെ വയസ്സിലാണ് ഏറ്റവും നല്ല ഒരു പെയിൻറ്റിങ് വരച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വയസ്സാകുന്ന സമയത്ത് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. സോ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. പല കമ്പനികളിലും അവരെ അപ്പോയിൻറ്റ് ചെയ്ത് അവരുടെ നോളേജിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അറിയണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പറയുന്നത്. എന്തുവാ, അപ്പം മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് എന്തോ ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തോ ചെയ്യാൻ പറ്റും, നമ്മൾ താമസിക്കുന്ന കോളനിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ് ക്യാൻ ബി ഫ്രം 65 to 95. അതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മൈൻഡിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് മനസ്സിൽ നിന്നൊന്നുണ്ടല്ലോ. അതുപോലെ ആത്മാവിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്കെല്ലാം ഒരു ആത്മാവുണ്ടല്ലോ. അപ്പം അതിനെ നമ്മൾ ഒടുക്കം വരെ വളർത്തിയെടുക്കാനുള്ള വഴികൾ കണ്ടെത്തണം. ഓക്കെ, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ലുക്ക് അറ്റ് യുവർ റിട്ടയർമെൻറ്റ് ഈസ് എ ന്യൂ വെഞ്ചർ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പറ്റണം എന്നൊക്കെ പറയുന്നത്. അപ്പം ദ ഫ്രൂട്ട്സ് ഓഫ് ഓൾഡ് ഏജ് ആർ. അപ്പോൾ ഓൾഡ് ഏജ് എന്ന് വരുമ്പോഴേ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ വയസ്സിൽ ഒരമ്മ ഒരു 30 വയസ്സിൽ ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. ആ അമ്മയ്ക്ക് ക്ഷമയോ ആ കൊച്ചിനെ തലോടി നല്ല രീതിയിൽ അടിക്കാതെ വഴക്ക് പറയാതെ സമാധാനമായിട്ട് പഠിപ്പിച്ച് കൊടുക്കാനുള്ള ക്ഷമ ആ അമ്മയ്ക്കില്ല. അതേസമയത്ത് ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ആണെങ്കിൽ വെറുതെ വേണ്ടാത്ത സംസാരമില്ലാതെ അടിയില്ലാതെ സമാധാനത്തോടു കൂടി ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. എൻ്റെ മോളുടെയും സംഗതിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ കൊച്ചുമോള് തെറ്റ് ചെയ്താലേ അതിനെ അത്രയും സീരിയസ് ആയിട്ട് എടുത്ത് അടിച്ച് വഴക്ക് പറഞ്ഞ് പണിഷ്മെൻറ്റ് കൊടുത്ത് അങ്ങനൊന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ ജീവിതം കുറേ കണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യും, നമ്മളും പഠിക്കുമ്പം കുറേയൊക്കെ തെറ്റ് ചെയ്തതാണ് എന്നുള്ള ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വരുന്നുണ്ട്. അതായത് കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് മറ്റവരെക്കുറിച്ച്, അവരുടെ പ്രയാസത്തിനെക്കുറിച്ച്, അവർ സംസാരിക്കുന്നതിനെക്കുറിച്ച്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്. അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. അത് യങ്ങർ ജനറേഷനിലില്ല. എൻ്റെ മോളായിരുന്നാലും ശരി, അവളുടെ പ്രായത്തിലുള്ള ആർക്കായിരുന്നാലും എടുത്തുടനെ ദേഷ്യമാണ്. കൊച്ചുങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എടുത്തുടനെ ദേഷ്യം. അവരവരുടെ കൊച്ചുനാളി എങ്ങനെ പഠിച്ചു എന്നുള്ളത് നമുക്കേ അറിയാവും. പക്ഷേ ഇപ്പോൾ അവർക്ക് അതെല്ലാം മറന്നുപോയി. പെർഫെക്ഷൻ വേണം, എനിക്ക് പെർഫെക്ഷൻ വേണം. എടുത്തുടനെ കുഞ്ഞ് എല്ലാം പഠിച്ചുകൊണ്ടാണോ ഈ ജന്മം എടുത്തിരിക്കുന്നത്? അപ്പോൾ ആ പ്രായത്തിലുള്ള ആർക്കും തന്നെ ക്ഷമയില്ല. അതും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കുറച്ചുപോലും ക്ഷമയില്ല. എടുത്തുടനെ അടിക്കുക, വഴക്ക് പറയുക, കരയുക, അവിടെ ഒരു ബഹളം തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ.
അതേപോലെ രാവിലെ സ്കൂളിൽ പുറപ്പെടുമ്പോഴും ഒരു ബഹളം, വൈകുന്നേരം വന്നാൽ ഒരു ബഹളം, പഠിപ്പിക്കുമ്പോൾ ഒരു ബഹളം, കഴിക്കുമ്പോൾ ഒരു ബഹളം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രായത്തിൽ അവർക്ക് ക്ഷമയില്ല. അതേസമയത്ത് ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുള്ള ക്ഷമയോടുകൂടി എല്ലാം പറഞ്ഞു കൊടുക്കാനും ചെയ്യിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി മറ്റവർക്കാർക്കും ഇല്ല. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഓൾഡ് ഏജ് എന്ന് പറഞ്ഞ്, പ്രായമായി എന്ന് പറഞ്ഞ് ആരെയും നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, യു ആർ എ ചൈൽഡ് ഓഫ് ഇൻഫിനിറ്റ് ലൈഫ്. അതിന് ഒരു എൻഡില്ല, അതിനൊരു അന്തിമ ഘട്ടം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇതിന് നമ്മളുടെ മനസ്സിനും നമ്മളുടെ ആത്മായ്ക്കും. അപ്പം ലാസ്റ്റിൽ യു ആർ എ ചൈൽഡ് ഓഫ് ഇറ്റേണിറ്റി. ഇറ്റേണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എൻഡില്ല, നമ്മൾ എന്നും ജീവിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളുടെ ആത്മാ എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് യു ആർ വണ്ടർഫുൾ. ഓരോ വ്യക്തിയെടുത്തും പറയുവാണ് യു ആർ വണ്ടർഫുൾ. വണ്ടർഫുൾ എന്ന് വെച്ചാൽ നിങ്ങൾ അതിശയിക്കത്തക്ക ഒരു വലിയ ഒരു സംഭവമാണ് ഓരോ മനുഷ്യനും. അപ്പം ഞാനിവിടെ പറയുന്നു, ഡോക്ടർ ജോസഫ് മർഫി, യു ആർ വണ്ടർഫുൾ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വണ്ടർഫുൾ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇത്രയും നല്ല ഒരു ബുക്ക് എഴുതാൻ പറ്റിയത്. ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ബുക്ക് ഫോളോ ചെയ്താൽ മതി ഓരോ വ്യക്തിയും അങ്ങേയറ്റം അച്ചീവ് ചെയ്യാൻ കഴിയും. അത്രയ്ക്ക് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഡോക്ടർ ജോസഫ് മർഫിക്ക് നന്ദി. എനിക്ക് ഇത്രയും ശക്തി തന്ന് ഇതിനെ ചെയ്യിപ്പിച്ച ദൈവത്തിന് നന്ദി. കേട്ട് രസിച്ച് അതിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ അതിന് നന്ദി. കേൾക്കുന്നതിന് നന്ദി, പ്രവർത്തിക്കുന്നതിനും നന്ദി, എല്ലാത്തിനും നന്ദി. നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ.